ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് ടെർമിനൽ ഇവാലുവേഷൻ 2023 ചാപ്റ്റർ 6 ചോദിച്ചിട്ടുള്ള അഥവാ നമ്മുടെ കോർഡിനേറ്റ് സൂചക സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് കോർഡിനേറ്റ് ഈസ് എ പോയിന്റ് ഓൺ ദ എക്സ് ആക്സിസ്? താഴെ തന്നിരിക്കുന്ന സൂചക സംഖ്യകളിൽ എക്സ് അക്ഷത്തിലെ ബിന്ദു ഏതെന്നാണ് ചോദ്യം. നമ്മൾ പഠിച്ചാണ് എക്സ് അക്ഷത്തിലെ ബിന്ദുവിൻ്റെ y സൂചക സംഖ്യ 0 ആയിരിക്കും അല്ലേ. ഇതാണ് എക്സ് അക്ഷം എന്ന് പറയുന്നത് ഹൊറിസോണ്ടലായിട്ട്. ഇതിൽ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അവിടുത്തെ y എത്രയാണ്? 0 ആണ്. അപ്പോൾ y 0 വരുന്ന ഒരേ ഒരു പോയിന്റ് ഇതിലുള്ളൂ, അതേതാ? 30. ഓക്കെ, ഇനി ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം ദിസ് പോയിന്റ് ടു ദ ഒറിജിൻ. ഈ പോയിന്റിൽ നിന്നും ഒറിജിനിലേക്കുള്ള അകലം എന്ന് പറയുന്നത് അത് അതിൻ്റെ എക്സ് ആക്സിസ് തന്നെയാണ്. ഇവിടെയാണ് ഒറിജിന്, അപ്പോൾ ഇവിടെയാണ് 30 എങ്കിൽ ഇവിടേക്കുള്ള അകലം എത്ര തന്നെയാണ്? 3 എന്നല്ലേ വരിക. അതുകൊണ്ടല്ല അത് 30 എന്ന് വന്നത് എക്സ് ആക്സിലെ പോയിന്റ് ആയതുകൊണ്ട്. അപ്പോൾ അത് 3 ആണ്. 2023 2 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. അടുത്ത്, ഇൻ ദ ഫിഗർ സൈഡ്സ് ഓഫ് ദ റെക്ടാംഗിൾ PQRS ഈസ് പാരലൽ ടു ദ ആക്സിസ്. PQRSന്റെ സൈഡുകൾ ആക്സിസിന് പാരലൽ ആണ്. റൈറ്റ് ദ കോർഡിനേറ്റ് ഓഫ് Q ആൻഡ് S. ക്യൂവിൻ്റെ എസിൻ്റെയും കോർഡിനേറ്റ് എഴുതണം. Q ഞാൻ എഴുതാണ്, നോക്കിക്കോ. ഇവിടുത്തെ എക്സ് ഇവിടെ ഈ വെർട്ടിക്കൽ ലൈനിൽ നോക്കുമ്പോൾ 9. ഇവിടുന്ന് നേരെ y നോക്കുമ്പോൾ y എത്രയാ? ഇവിടുത്തെ y 3. അപ്പം 9, 3. ഇവിടെ എക്സ് നേരെ താഴത്തോട്ട് 4, y 7, 9, 3, 4, 7. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് PQ. PQവിൻ്റെ നീളം കാണണം. PQവിൻ്റെ നീളം കേട്ടോ. PQ എന്ന് പറഞ്ഞത് അതാണ്. എവിടെ? ഇതാണ് PQ. ഇവിടുത്തെ y കോർഡിനേറ്റ് സെയിം ആണ്. അപ്പോൾ എക്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടാൽ മതി. എക്സുകൾ ഏതൊക്കെയാണ്? 9ഉം 4ഉം. 9 4 പോയാൽ 5. അപ്പോൾ PQ എത്രയാ? 5. ഇനി ഇൻ ദ ഫിഗർ C30 ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് 5 യൂണിറ്റ്. ചിത്രത്തിൽ 30 വൃത്ത കേന്ദ്രമാണ്. വൃത്തത്തിൻ്റെ ആരം 5 യൂണിറ്റ് ആണ്. അതായത് കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് ദാറ്റ് ദ സർക്കിൾ കട്ട് ദ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. റേഡിയസ് തന്നിട്ടുണ്ട്, നോക്കിയാൽ റേഡിയസ് 5 ആണ്. ഓക്കെ, ഇവിടെ 5 ആണ്. ഏത്? ഇതാണ് C എന്ന് പറയുന്നത്. C ആണ് സെൻറ്റർ. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നീളമാണ് 5. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്നത്, അതായത് കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ്സ് ദാറ്റ് ദ സർക്കിൾ കട്ട് ദ എക്സ് ആക്സിസ്. റേഡിയസ് 5 ആണെന്ന് തന്നിട്ടുണ്ട്, സെൻറ്റർ 30 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് 5 യൂണിറ്റ് മുമ്പോട്ട് പോയാൽ അത് എത്രയാവും? 3 5 യൂണിറ്റ് പോയാൽ 8 ആവും. അവിടുത്തെ y എത്രയാണ്? 0. അപ്പോൾ 80. ഇനി ഇവിടുന്ന് 3 5 യൂണിറ്റ് ബാക്കോട്ട് പോന്നാലോ? 3 യൂണിറ്റ് പോകുമ്പോൾ അത് ഒറിജിനിലോട്ട് എത്തും. വീണ്ടും ഒരു 2 യൂണിറ്റും കൂടി ഉണ്ട്. അപ്പം -2 0 എന്നും വരും. കണ്ടോ? 80ഉം -20. ഇനി ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് P ആണ് പറഞ്ഞുള്ളത്. പിയുടെ സൂചക സംഖ്യകൾ കാണാനാണ് പറഞ്ഞുള്ളത്. അതിന് നമുക്കുള്ളൊരു ഇക്വേഷൻ നമ്മളിങ്ങനെ നേരത്തെ പറഞ്ഞിരുന്നു. ഇതേപോലത്തെ ഒരു ചോദ്യം നമ്മൾ മുമ്പത്തെ വർഷത്തിൽ ചെയ്താണ് അല്ലേ. ഇങ്ങനെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ P, ഇവിടെ A, B, C. നമ്മളുടെ ഇക്വേഷൻ എന്താ? PA × PB = PC² ആണ്. ഓക്കെ, ഇവിടെ PAയുടെ സ്ഥാനത്ത് എന്താണ്? OB ആണ്, അല്ലെങ്കിൽ OA ആണ്. OB × OA = OP² ആണ്. കണ്ടോ? സിയുടെ സ്ഥാനത്ത് ആരാണ്? P ആണ്. അപ്പോൾ OP² എന്ന് വരും. എയുടെ സ്ഥാനത്ത് PBയുടെ സ്ഥാനത്ത് PB എന്ന് പറയുന്നത് OAയും OB ആണ്. ആ ഇതിവിടെ കൊടുക്കുക. OA 2 ആണ്. -2 പറയുമ്പോൾ 2 ആണ്. OB 8 ആണ്. ഇതെങ്ങനെ 2 8 കിട്ടിയാൽ മനസ്സിലായില്ലേ? A എന്ന് പറയുന്നത് -2 ആണ്. അപ്പോൾ ഈ നീളം 2. ഇവിടെ നിങ്ങോട്ടുള്ള നീളം ഇവിടെ നിങ്ങോട്ട് 5, ഇവിടെ നിങ്ങോട്ട് 3. അപ്പോൾ എത്രയായി? 5 3 മൊത്തം 8 ആയി കേട്ടോ. ആ വാല്യൂ ഇവിടെ കൊടുക്കുക. 8 × 2 16 എന്ന് കിട്ടും. അപ്പോൾ OP² 16 ആണ്. അപ്പോൾ OP എത്രയാണ്? √16 4 എന്ന് കിട്ടും. √16 4 എന്ന് കിട്ടും. അപ്പോൾ OPയുടെ നീളം 4 ആണ്. ഈ ലെങ്ത്ത് 4 ആണ്. OP എന്ന് പറയുന്ന ലെങ്ത്ത് 4 ആണ്. അപ്പോൾ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് 0 ആണ്, y കോർഡിനേറ്റ് 4 എന്ന് കിട്ടും. ആ നീളമാണ് അതിൻ്റെ y കോർഡിനേറ്റ് വരിക. അപ്പോൾ 0,4. പിയുടെ കോർഡിനേറ്റ് എത്രയാണ്? 0,4. ഇനി
ദ കോർഡിനേറ്റ് ഓഫ് 3 വേർട്ടീസസ് ഓഫ് ദ ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ ബി സിൻ്റെ 3 മൂലകളാണ് ഈ തന്നിട്ടുള്ളത്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ. ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളം കണ്ടെത്തണം. വാട്ട് കൈൻഡ് ഓഫ് ദ ട്രയാങ്കിൾ ഈസ്. ഏത് തരം ത്രികോണമാണ്? ഇക്വിലാറ്ററൽ, ഐസോസിലസ്, റൈറ്റ് ട്രയാങ്കിൾ. സമഭുജം, സമപാർശ്വം, മട്ടത്രികോണം. ഓപ്ഷൻസുകൾ തന്നിട്ടുണ്ട്. 2023 4 മാർക്കിന് ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ആദ്യം ജസ്റ്റ് ഞാനൊരു ട്രയാങ്കിൾ റഫായിട്ട് വരച്ചിട്ട് അതിന് ആ പോയിന്റുകൾ കൊടുത്തു. A12, B36, C55. ഇനി വശങ്ങളുടെ നീളം കണ്ടെത്തണം. ആദ്യം ഞാൻ എ ബി കാണുകയാണ്. √x1 - x2 2 + y1 - y2 2. നോക്കിയാൽ എ ബി, ഇതാണ് എ ബി കേട്ടോ. അപ്പോൾ 3 - 1 6 - 2. 3 1 പോയാൽ 2, 6 2 പോയാൽ 4. 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4. 4ൻ്റെ സ്ക്വയർ 16. 16ക്ക് 4 കൂട്ടിയാൽ 20. പിന്നെ ഇനി ബി സി കാണണം. അതും അതേപോലെ തന്നെ 5 - 3 5 - 6 വരും. ഓക്കെ, 5 3 പോയാൽ 2 5 6 പോയാൽ -1. മക്കളെ ഇത് നേരെ തിരിച്ച് മൈനസ് ചെയ്ത് എഴുതി കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം ഇപ്പോൾ ഇത് മൈനസ് ചെയ്തപ്പോൾ ഇവിടെ -1 വന്നു എന്നല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് 6 5 കുറച്ചിട്ട് വെറും -1 ഇട്ടാലും മതി. കാരണം മൈനസിൻ്റെ സ്ക്വയർ കാണുമ്പോൾ എന്താവും? പോസിറ്റീവ് ആവും. ഇനി 2ൻ്റെ സ്ക്വയർ 4 -1ൻ്റെ സ്ക്വയർ 1. 4ക്ക് 1 കൂട്ടിയാൽ 5. ഇനി എ സി കാണണം. എ സി എന്ന് പറഞ്ഞത് അവിടെ x1 - x2 5 - 1, y1 - y2 5 - 2. 5 1 പോയാൽ 4, 5 2 പോയാൽ 3. 4ൻ്റെ സ്ക്വയർ 16, 3ൻ്റെ സ്ക്വയർ 9. 16ക്ക് 9 കൂട്ടിയാൽ 25, 25ൻ്റെ റൂട്ട് 5. ഇപ്പോൾ എല്ലാ സൈഡും കിട്ടി. എ ബി √20, ബി സി √5, എ സി 5. അല്ലേ? ഇപ്പോൾ നമുക്ക് 3 സൈഡുകൾ കിട്ടി. എ ബിയും ബി സി എ സിയും കിട്ടി. ഇനി ഇതിലെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ഇത് ഏത് തരം ത്രികോണമാണ്? നമുക്ക് 3 ഓപ്ഷൻസ് ആണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, പിന്നെ ഒന്ന് ഐസോസിലസ് ട്രയാങ്കിൾ, പിന്നെ ഒന്ന് റൈറ്റ് ട്രയാങ്കിൾ. സമഭുജ ത്രികോണം, സമപാർശ്വ ത്രികോണം, മട്ടത്രികോണം. അപ്പോൾ 3 സൈഡ് ഈക്വൽ ആകുമ്പോഴാണ് അതിന് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയാം. ഇവിടെ ഒരു സൈഡ് √20, ഒരു സൈഡ് √5, ഒന്ന് 5. 3ഉം ഈക്വൽ ആണോ? അല്ല. അപ്പോൾ സമഭുജ ത്രികോണം അല്ല എന്ന് മനസ്സിലായി. ഇക്വിലാറ്ററൽ അല്ല, സമഭുജ അല്ല. ഇനി 2 സൈഡ് ഈക്വൽ ആണ്, അതിന് ഐസോസിലസ് എന്ന് പറയും. 2 സൈഡ് ഈക്വൽ ആണോ? അതും അല്ല, ഐസോസിലസ്. അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കലി 3ാമത്തെ ഓപ്ഷനാണ് നമുക്ക് പറയാം അല്ലേ? ചെയ്യാതെ തന്നെ നമുക്ക് പറയാം. അപ്പോൾ പിന്നെ സാറേ 3 ഓപ്ഷനല്ലേ ഉള്ളൂ, 2 പോയില്ല. അപ്പോൾ ഇനി 3ാമത്തെ കറക്റ്റായിട്ട് പറയാമല്ലോ. ഇനി അഥവാ എങ്ങാനും അത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാലോ, അതെങ്ങനെ ചെയ്യാന്നുള്ളതൊന്ന് നോക്കിക്കോട്ടോ. നോക്കിയാൽ മട്ടത്രികോണാണ് തെളിയിക്കുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 സൈഡിൻ്റെ സ്ക്വയറുകൾ കൂട്ടുമ്പോൾ 3ാമത്തെ സൈഡിൻ്റെ സ്ക്വയർ കിട്ടണം. അതിനെയാണ് നമ്മൾ പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എ ബി സ്ക്വയർ √20ൻ്റെ സ്ക്വയർ 20, ബി സി സ്ക്വയർ √5ൻ്റെ സ്ക്വയർ 5, എ സി സ്ക്വയർ 5ൻ്റെ സ്ക്വയർ 25. നോക്കിയാൽ 20 + 5 ചെയ്യുമ്പോൾ 25 കിട്ടണില്ലേ? ഇല്ലേ? അപ്പോൾ എ സ്ക്വയർ + ബി സ്ക്വയർ = h² ആണ്. കണ്ടോ? ഇത് പൈതഗോറസ് തിയറത്തിൽ മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ ആണോ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓരോ സൈഡിൻ്റെയും സ്ക്വയർ കാണുക. 2 സൈഡിൻ്റെ സ്ക്വയർ കൂട്ടുമ്പോൾ 3ാമത്തെ സൈഡിൻ്റെ സ്ക്വയർ കിട്ടുന്നുണ്ടെങ്കിൽ അത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇത് മട്ടത്രികോണമാണ്. ഓക്കെ, 20 + 5 25 അഥവാ എ ബി സ്ക്വയർ + ബി സി സ്ക്വയർ = എ സി സ്ക്വയർ. റൈറ്റ് ട്രയാങ്കിൾ മട്ടത്രികോണാണത്. ഇതെന്താണ്? മട്ടത്രികോണാണ് കേട്ടോ. ഇത്രയും ചോദ്യങ്ങളാണ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് സീ യു സൂൺ. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. കീപ് വാച്ചിങ്.